നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. എത്രയൊക്കെ നെഗറ്റീവുകൾ വന്നാലും ബോച്ചേനെ പോലുള്ള ആളുകളോട് ഈ ജനങ്ങൾക്കൊരു ഇഷ്ടം തോന്നുന്നത് ഇതുകൊണ്ടൊക്കെയാണ്. ഇന്നലെ 20 മേടിച്ച് കൊടുത്തേ വേറെ വിളിക്കുക. ഇന്നലെ 5 എണ്ണം കഴിച്ചു. ഇന്ന് എത്ര കഴിച്ചെന്ന് വിളിക്കാൻ എനിക്ക് അറിയാം. ലോട്ടറി വിൽപ്പനയാണോ? ഞാൻ എബിന്റെ വീഡിയോ കണ്ടിരുന്നു. ഒരു 5 ലക്ഷം രൂപ തരട്ടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി. സന്തോഷായോ? ഞാനിപ്പോ ഈ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സ് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ. അപ്പൊ പഠിക്കണം, മാർക്കൊക്കെ തന്നെ അറിയിക്കണം എല്ലാ വർഷം കേട്ടോ. ഓക്കെ. ബോച്ചേനെ സംബന്ധിച്ച് 5 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു തുകയല്ല. പക്ഷെ ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് 5 ലക്ഷം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും ഈ ഒരു കുട്ടി ഇതുപോലെയുള്ള ഓരോരോ വീഡിയോസ് വരുമ്പം ബോച്ചേനെ പോലുള്ള ആളുകളിലേക്ക് എത്തുന്നത് കൊണ്ടാണ് ഇതേപോലെ ചെറിയ കുട്ടികൾക്ക് വരെ ഈ ലക്ഷങ്ങളൊക്കെ ഒരു സ്വപ്നം കാണാതെ നിൽക്കുന്ന ഒരു എമൗണ്ടാണ് ഈ 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ. ഒരു സാധാരണ ഒരു കുട്ടിയാണ് ഇത്ര ചെറുപ്രായത്തിൽ ലോട്ടറിയൊക്കെ വിറ്റിട്ട് വീട്ടിൽ അമ്മേൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അത്ര ഇതിൽ നിൽക്കുന്നതാണ്. ബോച്ച തന്നെ പറഞ്ഞിട്ടുണ്ട് ബോച്ച ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ഒരു ആസ് എ ബിസിനസ്മാൻ ബോച്ചെ അവരുടെ ബിസിനസ് വളർത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകും. ഇപ്പോൾ മൊണാലിസേനെ കൊണ്ടുവന്നു. ബോച്ചനി എത്രക്കാരനാണെന്നുണ്ടെങ്കിലും സാധാരണ ബോച്ചയുടെ ക്യാഷും കൊണ്ട് സാധാരണ ആളുകൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അതാണ് നമ്മൾ നോക്കേണ്ടത്. അതിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബോച്ചനെ എല്ലാ കാര്യത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്യല്ല. പക്ഷേ ബോച്ച ഇങ്ങനത്തെ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ബോച്ചയ്ക്കൊപ്പം